മികച്ച സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങിയിട്ട് ഇത്ര ഊമ്പിയ തോൽവി നോക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? അൽ നാസറിന് പറ്റും. ഇന്നലെ ഹിലാലിനെതിരെ കളിച്ചതിനേക്കാളും മികച്ച സ്റ്റാർട്ടിംഗ് 11 ഇന്നലെ നാസർ കളിച്ചത്. അടിപൊളിയായിരുന്നു. സ്ട്രൈക്കറായിട്ട് ഡുറാനും ക്രിസ്ത്യാനോയും, മിഡിൽ ബ്രോൺസോ, ഒറ്റാവിയോ, ഹസൻ, മാനെ, ഡിഫൻസിൽ ലെഫ്റ്റ് വിങ്ങിൽ ബൗഷൽ, റൈറ്റ് വിങ്ങിൽ സുൽത്താൻ, ലാപ്പോട്ടെ, സിമാക്കാൻ. നല്ല അടിപൊളി ലൈനപ്പായിരുന്നു. പക്ഷെ ഒരു കാര്യമില്ല, ഇന്നലത്തൊക്കെ വിൻ ചെയ്യേണ്ട മാച്ചായിരുന്നു. പിന്നെ 2-1 പൊട്ടി. എന്താ ആവശ്യം? ഇമാരിങ്ങനെയാണ്, ജയിക്കേണ്ട മാച്ചൊന്നും ജയിക്കൂല. ഇപ്പം ഇനി അടുത്ത കളിയൊക്കെ ഏതെങ്കിലും 2 കളി തോക്കും, ബാക്കി താഴെ കിടക്കണ അൽഹലിയോ ഷബാബോ അങ്ങനെയുള്ള ടീമൊക്കെ ഇപ്പം ഇന്നലെ കളിച്ച് അൽക്കൊതൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റുമൊന്നുമില്ല. ഈ ബാക്കിയുള്ളൊരു മാച്ചൊക്കെ ഒന്ന് ജയിക്കുമായിരുന്നു. കാരണം ഇത്തിഹാദൊക്കെ ആയിട്ട് കളി വന്നിട്ടുണ്ട്. ഒന്ന് ജയിക്കുകയാണെങ്കിൽ ലീഗിൽ സെക്കൻഡായിട്ടൊക്കെ ഫിനിഷ് ചെയ്യായിരുന്നു. ഇത്തിഹാദൊക്കെ ചിലപ്പോൾ 2 കളി കഴിഞ്ഞ കളി ഇത്തിഹാദ് തോറ്റു. അതുപോലെ ചിലപ്പോൾ ഒരു കളി 2 കളിയൊക്കെ അമ്മമാർ തോക്കുമായിരുന്നെങ്കിൽ ലീഗ് അടിക്കാനുള്ള ചാൻസ് വരെ ഉണ്ടായിരുന്നതാണ്, ബാക്കിയുള്ള മത്സരമൊക്കെ ജയിക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ ഈസി കളി കളിച്ച് ആരാധകരെ നിരാശനാക്കാനുള്ള പ്രത്യേക കഴിവാണ് അൽ നാസറിനുള്ളത്. നല്ല കാര്യം, കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും വൃത്തികെട്ട ഒരു മറ്റേടത്തെ കളി ഇന്നലെ കളിച്ച് കണ്ടിട്ട് പ്രാന്ത് പിടിക്കുമായിരുന്നു മനുഷ്യന്. കോപ്പ്. പിന്നെ വേറൊരു കാര്യം, നല്ല ജേഴ്സി, പ്രീമിയം ക്വാളിറ്റി ജേഴ്സി നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നോക്കുവാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സിൻ്റെയും എല്ലാ ടീമിൻ്റെയും ഒട്ടുമിക്ക ജേഴ്സികൾ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല തരക്കേടില്ലാത്ത റേറ്റിൽ കിട്ടും. ഓക്കെ, അപ്പോൾ വേണ്ടവർ കയറി നോക്കിയോ.